ഹലോ മച്ചന്മാരെ, ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ. ഇവനെ വളച്ചെടുക്കാനാണെങ്കിൽ ഒടുക്കത്തെ പാടാം വണ്ടി. അങ്ങനെ വീട്ടിൻ്റെ പുറത്തിറങ്ങി. ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് കുറച്ച് നേരം ഒന്ന് സ്റ്റാർട്ടായി നിൽക്കട്ടെ വണ്ടി. നമ്മുടെ തിരുവനന്തപുരത്ത് ആരും അധികം പോകാത്തൊരു ബീച്ചാണ്. എനിക്ക് കണ്ടിട്ട് തോന്നിയത് എങ്ങനെയാണ്, അധികം ആരും പോകാത്തൊരു ബീച്ച്. അവിടെ നമ്മളിന്ന് ബീച്ചൊന്ന് പോയി കാണാം. എന്ത് പറ്റി രാവിലെ? രാവിലെ തന്നെ ഒരുപാട് പേര് നടക്കാറുണ്ട്, പക്ഷെ ഇന്ന് ആരും കാണാനില്ല. ഇവിടെയാണ് മൊത്തം നമ്മുടെ ഗവൺമെൻറ് അടിപൊളിയായിട്ട് റോഡ് ചാർ ചെയ്തുകൊണ്ട് അടിച്ചു വർത്തി പോകാൻ പറ്റും. അതാണ് ഏതൊരു ആശ്വാസം ഈ റോട്ടിൽ കൂടെ പോകാൻ. ഇതാണ് നമ്മളവിടെ ചായക്കട. ഇവിടെയാണ് വട്ടമേശ സമ്മേളനം നടക്കട്ടെ. അങ്ങനെ ജംഗ്ഷനെത്തി. ഇതാണ് പരുത്തിക്കുഴി എന്ന് പറയുന്ന ജംഗ്ഷൻ. ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ചെന്ന് എത്തുന്നത് ഹൈവേ. വീട്ടിന് തൊട്ടടുത്തേ ഉള്ളൂ. അങ്ങനെ ഹൈവേ കയറി ഇനിയാണ് നമ്മുടെ ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം. വീട്ടിൻ്റെ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയത്തില്ല. നമുക്കിന്ന് പോകുമ്പോൾ അറിയാമല്ലോ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന്. അപ്പോൾ ഇനി പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും നമ്മുടെ ക്യാമറ ബാഗ് അടച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊരു ഡൗട്ട്. നമ്മൾ തീർത്തിട്ട് പോകാം. ഓക്കെ, സെറ്റ്. എല്ലാം അടച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ചലിക്കാം.
രാവിലെ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളുടെയൊക്കെ തിരക്കാണ്. കാര്യവളിൻ്റെ തൊട്ടടുത്ത് തന്നെ കോവളം ബീച്ചും ഫേമസ് ആയിട്ടുള്ള ആഴിമല ക്ഷേത്രമൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ അങ്ങോട്ട് പോകുന്നതാണ് എല്ലാവരും. രാവിലെ തന്നെ ഏതോ വീട് പൊളിച്ചുകൊണ്ട് പോവുകയോ അതോ ഷിഫ്റ്റിംഗ് ആണോ എന്നറിയില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് നടക്കുന്ന സംഭവം. ട്രിവാൻഡ്രത്തെന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ഥലം തിരുവല്ലത്തോട്ട് ഇങ്ങനെ വന്ന് കയറുന്ന പാലത്തിൻ്റെ കൂടെ ഒരു മെയിൻ റോഡിൽ നിന്ന് ഇട റോഡിൽ നിന്ന് വന്ന് കയറുന്ന ജംഗ്ഷൻ. അപ്പോഴത്തേക്ക് ഒരുപാട് ആക്സിഡൻ്റ് കൂടെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവൻ പോയിട്ടുണ്ട്. എന്ത് ചെയ്യാം, ചിലവർ ശ്രദ്ധിക്കത്തില്ല, വണ്ടി നല്ല ഹൈ സ്പീഡിൽ ഓടിച്ച് വരും, അങ്ങനെയൊക്കെ പറ്റുന്നതാണ്. ഇത് ഹൈവേ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടോൾ കൊടുത്ത് പോകുന്ന വഴിയാണ്. ഇനി ഒരു ദിവസം ടോൾ കൊടുക്കാതെ പോകുന്ന 2 വഴിയുണ്ട് ഇവിടെ. അത് ഏതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഒന്ന് സ്ലോ അടിക്കണം, അല്ലെങ്കിൽ ഏതിലേക്കാണ് വണ്ടി വന്ന് കയറുമെന്ന് അറിയാൻ പറ്റില്ല. രാവിലെയാണ് ഇപ്പോൾ ട്രാഫിക്ക് കുറവുണ്ട്. JCB ആണ് രാവിലെ. ഇതാണ് മക്കളെ തിരുവല്ല കഴിഞ്ഞിട്ടുള്ള ടോൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എങ്ങനെ ഇവിടെ പൈസ കൊടുക്കാതെ വേറെ റൂട്ട് വഴി പോകുന്നത്. അധികം ആൾക്കാർക്ക് അറിയാം, എന്നാലും ഞാൻ ഇടാം. ഈ ഭാഗത്തൊരു ബീച്ചുണ്ട്, ഏതാണെന്ന് അറിയത്തില്ല, ഒരു ദിവസം ചോദിച്ച് പോവാം. സമയം 6:30 ഒരു തിരക്കില്ല. പക്ഷേ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ തിരക്കാണ്. രാവിലെ എല്ലാവരും ചായ കുടിക്കാനൊക്കെ ഇറങ്ങി തട്ടുകടയിൽ. അങ്ങനെ നമ്മുടെ പുലിക്കുട്ടൻ ഇവിടെ ഒതുക്കി. പണി ചെയ്തിറക്കിയപ്പോൾ എന്താ ലുക്കല്ലേ, സെറ്റ്. എവിടെ പോകണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അപ്പം വന്നത്. നമ്മൾ വഴിയൊന്നും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ, കയറിങ്ങി ഇരുന്ന് കൊടുത്താൽ മതി, അതിനറിയാം അതിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ. അപ്പം അവിടെ ഇരിക്ക്. അങ്ങനെ നമ്മൾ പറഞ്ഞ അധികം ആരും അറിയാത്തൊരു നമ്മുടെ ആ സീക്രട്ട് പ്ലേസിലെത്തി. ഞാൻ ഇത്രയും വർഷം കൂടെ ട്രിവാൻഡ്രത്തുണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം കാണുന്നതന്നെ. എന്തല്ലേ, കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വല്ല കൊള്ളസൊക്കെയാണോ എന്ന് വിചാരിക്കും. എന്താ സ്ഥലമല്ലേ. നമ്മൾ ഇറങ്ങി താഴോട്ട് പോകണം. മൊത്തം ചെടികൾ. ഇത് ഹോട്ടലിൻ്റെ
ഏത് റിസോർട്ട് അവർ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പള്ളിയാണ്. അങ്ങനെ കുറച്ച് ദൂരം ചെല്ലുമ്പോഴത്തേക്കും അറിയാൻ പറ്റും അവിടെ രണ്ട് സൈഡിലും ഇവിടെ ഇറങ്ങുന്ന പാടാണ്. ഒന്ന് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കാലക്കൊടി അല്ലെ കൈ ഒടിയല്ലേ മൂക്ക് കുത്തി വീഴും. എന്താ അല്ലേ സ്ഥലം ഇങ്ങനെ. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഒറ്റയ്ക്ക് പോകരുത്. ആരെങ്കിലും വന്ന് ഉടക്കിയ 2-3 പേര് നമ്മുടെ അടുത്തൊക്കെ ഉടക്കി കഴിഞ്ഞ് നമ്മളെ പഞ്ഞിക്കിട്ട് പോയി കളയും. പറയാൻ പറ്റൂലേ. എന്നാലും നമ്മളിങ്ങനെ നൈസായിട്ട് പോവാം. ഇവിടെ നോക്കുമ്പോഴേ ബീച്ച് കാണാം കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. പതുക്കെ ഇറങ്ങി നൈസായിട്ട് ഇങ്ങനെ പോകും. ഇതാണ് അത് ഒരു കല്ലൊക്കെ വെച്ച് കെട്ടി അടച്ചു. അന്ന് വന്നപ്പം ഡോറുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ ഒരു കല്ലൊക്കെ കെട്ടി അടച്ചു. ഇവിടെ സ്റ്റെപ്പൊക്കെ ആരോ ഇട്ടിട്ടുണ്ട് കല്ലൊക്കെ വെച്ച് സെറ്റാക്കി ഇറങ്ങാൻ. ചിലപ്പോൾ അടുത്ത നാട്ടുകാർ വല്ലതും ആയിരിക്കും. ഇവിടെ ഒരു ഡോറുണ്ട് കണ്ടോ. ഇങ്ങനെ നടന്ന് എൻ്റെ പൊന്നളിയ ഒരു രക്ഷയില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ പലരും ആഗ്രഹിക്കും ഒരു പ്രൈവറ്റ് ബീച്ചിലൊക്കെ പോകാൻ. അത് ഈ ഹോട്ടലിൽ പോയി ഇത്രയും പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ പ്രൈവറ്റ് ബീച്ചിലൊക്കെ ഇറങ്ങാം. ഇത് ഏകദേശം ഒരു പ്രൈവറ്റ് ബീച്ചിൻ്റെ ആംബിയൻസ് ഉള്ള സ്ഥലം. ഇപ്പം രാവിലെയാണ് വന്നിരിക്കുന്നത്, ഒരു 7 മണി വരെ. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ യഥാർത്ഥ ഒരു ഭംഗി. അതായത് പള്ളിയുടെ ഡോറ്. അങ്ങനെ എത്തി മക്കളെ. മനോഹരമായ കാഴ്ചയിൽ അധികം ആരും വരാറില്ല. അതാണ് ഈ തോന്നുന്നത്. കണ്ട് ഫ്രണ്ട് ഇവിടെയൊക്കെ കാട് പിടിച്ചോണ്ട് വന്നു മക്കളെ വന്നു. ആഹാ, നോക്കി ഇറങ്ങുന്നവർ പതുക്കെ സ്റ്റെപ്പ് നോക്കി ഇറങ്ങണം, ഇല്ലെങ്കിൽ പിന്നെ പണിയാവും. വീണ് കഴിഞ്ഞാൽ ഒരു മയമില്ല കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ്. പക്ഷേ കാടാണ്, അധികാരം വരാത്തോണ്ടൊക്കെയാണ് ഇവിടെ കാടായിട്ടൊക്കെ ഇരിക്കുന്നത്. മറ്റേ റോട്ടിൽ കാണില്ലേ പച്ചൽ മഞ്ഞ, ഇതൊക്കെ വളരെ അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട്. ഇന്നിവിടെ ഒരു ബോട്ടൊക്കെ വെള്ളമൊക്കെ വന്ന് കിടപ്പുണ്ടല്ലോ. ഇവിടെ വേണ്ട, ഇവിടെ നമ്മുടെ മീൻ പിടിക്കുന്ന ചേട്ടന്മാർ മാത്രമേ വരാറുള്ളൂ കേട്ടോ. കണ്ടില്ല, രാവിലെ നല്ല തകർത്ത അധ്വാനമാണ്. അങ്ങോട്ട് പോകണ്ട, അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയാം മക്കളെ? ദേ കാണുന്നു നമ്മുടെ വിഴിഞ്ഞം പോർട്ട്. ഇവിടെ ആകുമ്പോൾ പിന്നെ ആരെയും പേടിക്കേണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ റിസോർട്ട്. എന്താ ഭംഗിയല്ലേ. നമ്മൾ വന്ന വഴിയാണ് ദേ കാണുന്നത്, അതിൻ്റെ ഇടയിൽ. അടിപൊളിയല്ലേ. പള്ളി കാണാൻ പറ്റത്തില്ല, കാര്യം ഇവിടെ ഈ കാട് പോലെ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം.
ഒരു ഷിപ്പ് വന്നിട്ടുണ്ട്. എന്താല്ലേ പോർട്ടിൻ്റെ പണി തകർപ്പനായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫാമിലി ആയിട്ടും വന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ കുട്ടികളെല്ലാം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ ഇവിടെ ഒരു ടെൻഷനുണ്ട്. അത്രയ്ക്ക് സേഫാണ് ഇവിടെ. അല്ല, ഈ പാറയൊക്കെ കണ്ടോ, ഒന്നും പേടിക്കാനില്ല. കഴിയുന്ന ഈ സൈഡിലോട്ട് വരാതെ ഈ സൈഡിലോട്ട് ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ ഒരു ടെൻഷനില്ല, വീഴത്തൊന്നുമില്ല. എല്ലാം നല്ല ഫ്ലാറ്റായിട്ടുള്ള ഭാഗം. ഇതാകണ്ടോ, ഇതിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു തട്ടുകട സെറ്റപ്പ് എന്തോ ആണെന്ന് തോന്നുന്നു. ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പോർട്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, പരിചയമില്ലാത്ത സ്ഥലമില്ല നമുക്ക്. ചേട്ടന്മാരൊക്കെ ബോട്ട് അടുപ്പിക്കാനുള്ള ശ്രമമാണ്. അവിടെ തകർപ്പനായിട്ട് മീൻ വല വലിച്ചു കയറ്റുന്ന ഇതിലാണ്. എന്തായാലും നല്ല അടിപൊളി സ്ഥലം. ട്രിവാൻഡ്രത്തുള്ളവർ സമയം കിട്ടുമെങ്കിൽ വന്ന് കാണുക, തീർച്ചയായിട്ടും വരണം. ഇത്രയും റഷില്ലാത്തൊരു ബീച്ച് ഞാൻ ഇതുവരേക്ക് കണ്ടിട്ടില്ല. രാവിലെ കണ്ടോ, ആരുമില്ല. നമ്മുടെ ശംഖുമുഖം കോളൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ ഒരു ചെറിയ തിരക്കെങ്ങനെ കാണും. പിന്നെ അങ്ങോട്ട് നേരം വിളിക്കുന്നവരുമാണ് തിരക്ക് കൂടും. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മുടെ രാവിലെ മീൻ പിടിക്കാൻ വന്ന ചേട്ടന്മാർ മാത്രമേ ഉള്ളൂ. വലയൊക്കെ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. അവർ ജോലി ചെയ്യട്ടെ, നമ്മൾ അവരെ ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും. രാവിലെ ഹോട്ടലിൽ നിന്ന് ഫോറിനേഴ്സൊക്കെ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് കയറ്റി ഇവിടെ. ഇവർ ഈ വലയൊക്കെ വലിക്കുന്ന കാണാനും ഒക്കെ വേണ്ടി വന്നതാണ്. അപ്പം പുള്ളി പറയാം, അത് ഇപ്പം പോയി ഇറങ്ങണ്ട, അവിടെ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഡേഞ്ചറാണ്. അവർ ഇങ്ങോട്ട് ഇവരിങ്ങനെ വലിച്ച് ഇങ്ങോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് ആൾ വന്ന് പറഞ്ഞിട്ട് പോയിരിക്കുക. അവർ പിന്നെ പറഞ്ഞു ഉടനെ അവിടെ നിൽക്കുക. പുള്ളി പറഞ്ഞു ഇന്നടത്ത് അവിടെ നിന്നോന്ന് പറഞ്ഞ സ്ഥലത്ത് അവരങ്ങ് നിൽക്കുക. അവർ തമ്മിൽ സംസാരിക്കുക. ഈ വല വലിച്ചു കയറ്റുന്നതൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക്
തിരിച്ചു പോവാം. ഇറങ്ങിയത് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, ഇനി തിരിച്ച് കയറുന്ന പാട് നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ആൾക്കാർ വരുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക. ഇത്രയും ഭംഗിയായിട്ട് കിടക്കുന്ന സ്ഥലത്ത് പ്ലാസ്റ്റിക് ഒന്നും ഇടാതെ നോക്കുക. ആരോ വന്നിട്ടാണ് പ്ലാസ്റ്റിക് ബോട്ടിലും ഒക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. കഴിയുന്നതും ആരും പ്ലാസ്റ്റിക് അങ്ങനത്തെ മാലിന്യങ്ങളൊന്നും ഇട്ടാതിരുന്ന ഈ സ്ഥലം എന്നും സുന്ദരമായി ഇരിക്കും. നമുക്കും വരാം. കാരണം എന്തെങ്കിലുമൊക്കെ കുപ്പി അത് ഇതൊക്കെ പൊട്ടിയതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോഴോ നമ്മുടെ ഫാമിലി വരുമ്പോഴോ കൊച്ചു കുട്ടികളൊക്കെ വരുമ്പോൾ അവരുടെ കാലിൽ കുത്തിക്കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്താലും കൊണ്ടുവരുന്ന സാധനം തിരിച്ച് കൊണ്ടുപോവുക. പക്ഷെ എൻ്റെ പൊന്നോ, വന്ന ആവശ്യമൊന്നും തിരിച്ച് കയറാനില്ല. എന്ത് ചെയ്യാൻ? അയ്യോ, ഇറങ്ങി വന്നപ്പോൾ എന്താ സുഖം. തിരിച്ച് കയറാൻ ഭയങ്കര സീനാണ്. എന്തായാലും കയറിയല്ലേ പറ്റൂ. ഇപ്പോഴേ തളർന്നു തുടങ്ങി. ഇത് പള്ളിയുടെ വാതിൽ. എന്തായാലും ഈ വഴി ഇങ്ങനെ ചെയ്തെന്നാണ് നല്ലൊരു താങ്ക്സ് പറയണം നമ്മൾ ഇവിടുത്തെ ആരായാലും കാര്യം ഇറങ്ങി ചെല്ലാനും ഉള്ളൊരു സൗകര്യം ചെയ്തു വെച്ചു. നമ്മുടെ ഈ താവുക്ക് കല്ലൊക്കെ വെച്ചിട്ട് ഹോളോ ബ്രിക്സൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് സ്ഥലം. തിരിച്ചു കയറിയുമ്പോൾ ഒരുപാട് ദൂരമുള്ള പോലെ. എന്താല്ലേ എന്നാലും പോയില്ലേ പറ്റൂ. തിരിച്ച് കയറുമ്പോൾ നോക്കി കയറിയില്ലെങ്കിൽ മക്കളെ താണ്ട കുപ്പിച്ചില്ലി. ദേവിതാരും ഇങ്ങനെ കുപ്പിച്ചില്ലൊന്നും ഇവിടെ പൊട്ടിച്ചിടല്ലേ. കാര്യം ഇപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാവരും ഷൂസ് ഇട്ടുകൊണ്ട് വരണമെന്നില്ല. ഷൂസ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാലും പൊത്ത് കയറും. ഞാൻ എപ്പോഴും ഷൂസ് ഇട്ടുകൊണ്ടാണ് വരുന്നത് ഇങ്ങനെ. പക്ഷേ ഇന്ന് ഷൂസല്ല, ചെരുപ്പാണ്. അപ്പം നോക്കി കണ്ട് വന്നില്ലെങ്കിൽ ഇപ്പം എനിക്ക് പണി കിട്ടിയാൽ ശരാ. കയറി വയ്യ. ഇനിയുണ്ടല്ലോ, എത്തിയില്ല തിരികെ. എൻ്റെ മണ്ണളിയ വീണ്ടും അടുത്തത് വലിയ വലിയ കല്ലുകൾ കുപ്പിച്ചില്ലാണ്. അയ്യോ, എത്തുന്നില്ല. മൊത്തം പ്ലാസ്റ്റിക്, തമ്പാക്ക്, ചൈനക്ക് തമ്പാക്ക് എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ഇത് പോക്കറ്റ് ഇട്ട് സൂക്ഷിച്ച് കൊണ്ടുവരാൻ കാണിക്കുന്ന ആ ഒരു ഉത്സാഹം തിരിച്ച് കൊണ്ടുപോകാൻ കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേന. എന്ത് ചെയ്യാൻ, ഉപയോഗം കഴിഞ്ഞെടുത്ത് കളഞ്ഞു. ഭാഗ്യം നമ്മുടെ ആളിവിടെ ഇരുന്ന് പോസ്റ്റായിട്ടുണ്ട്. അപ്പം വണ്ടിയിൽ മൂത്തിരിക്കാം. അപ്പം ഇതാണ് ഇന്നത്തെ ഞാൻ പറഞ്ഞ നിങ്ങളുടെയൊക്കെ സ്ഥലം.
ഒന്ന് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാം. സമയം വളരെ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒന്നാമത് തിരിച്ചു പോകാൻ സമയം. ലീവൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനി തിരിച്ചോടെ ചെല്ലുമ്പോൾ ആകെപ്പാട് 4 വണ്ടിയൊക്കെ ഉള്ളൂ. അത് ഇപ്പം ഇവിടെ താഴെ മീൻ പിടിക്കാനെങ്കിൽ ആ ചേട്ടന്മാരുടെ വണ്ടിയാണ്, അല്ലാതെ വേറെ ആരും കൊണ്ട് വരുന്നില്ല. അങ്ങനെ പള്ളി കർത്താവേ നോക്കുന്നു. എന്താ അമ്മാമ്മമാരും ചേട്ടന്മാരൊക്കെ ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, പക്ഷേ അങ്ങോട്ടല്ല. ബീച്ചിലോട്ട് പോകണതാണെന്ന് തോന്നുന്നു. അല്ല, ബീച്ചിലോട്ട് പോകുന്നില്ല, പള്ളിയിലോട്ട് പോകുന്നതാണ് അമ്മാമ. ആ വരുന്ന ചേട്ടന്മാർക്ക് ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് പണിയുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. നമ്മുടെ ക്യാമറ ബാഗ് അടച്ചു. അടച്ചേക്ക് കുഴപ്പമില്ല, സെറ്റാണ്. 7 സമയം. നല്ല തണുത്ത കാലാവസ്ഥ. ഇവിടെ ഒരുപാട് മരങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് നല്ല ക്ലൈമറ്റാണ്. ഇപ്പം കുറേ നേരം കൊണ്ട് നമ്മുടെ ഫ്രണ്ടിലാണല്ലോ, കളിയാക്കാൻ വന്നേക്കുണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷനിലുള്ള വിഴിഞ്ഞത്തോട്ട് ഹാർബറിലോട്ട് കയറുന്ന റോഡിൽ നിന്ന് അല്പം ഫ്രണ്ടിലോട്ട്, അല്പം ഒരു 1.5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ആ വിഴിഞ്ഞം ഹാർബറിലോട്ട് വിഴിഞ്ഞം ഹാർബറിലെ റോഡ് കഴിഞ്ഞ് അടുത്ത ജംഗ്ഷൻ എത്തിയുകൊണ്ട് വലത്തോട്ട് ഒരു വലിയൊരു ആർച്ചൊക്കെ വെച്ചിട്ട് ആ പള്ളിയുടെ വലത്തോട്ട് തിരിഞ്ഞ് നേരെ അങ്ങ് വിട്ടാൽ മതി. പക്ഷെ ആരുടെടുത്തും ചോദിച്ചാൽ ആർക്കും അറിഞ്ഞോടോ കേട്ടോ ഇത്. ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും വണ്ടിയായിട്ടൊക്കെ ഒന്ന് ഇറങ്ങും. അതൊരു ചേച്ചി
പുള്ളിയുടെ പെറ്റുമായിട്ട് ഇങ്ങനെ വാക്കിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ പോകാൻ പറ്റിയ ആദ്യത്തെ മറ്റേ ഹാർബറിലേക്ക് പോകുന്ന വഴി. പക്ഷേ അവിടെ എന്ത് ചെയ്യാനാണ്, ഇവർ അദാനിയുടെ പോലീസും ഒക്കെ അടിപൊളി, എല്ലാവരുടെ ഫ്രണ്ട്ലിയാണ്. ഫോണിലെത്തേണ്ട ഒരു പ്രശ്നമാണ്. അമ്മമാരൊക്കെ ഇങ്ങനെ നമ്മൾ ഈ ഇടവഴി കൂടെ വളരെ സ്ലോവിൽ പോകും. എപ്പോഴാണ് ആൾക്കാർ ചാടുന്നതെന്ന് അറിഞ്ഞോളല്ലോ. എന്താ സംഭവം, ഇവിടെ എല്ലാവരും വെളിയിലിറങ്ങിയിരിക്കേണ്ട. പക്ഷെ ഇതാണ് നമ്മുടെ അദാനി പോർട്ട്. അവരുടെ ഈ സ്ഥലം മൊത്തം ഏകദേശം അവർ മേടിച്ചു. അതുകൊണ്ടാണ് അവർക്ക് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇപ്പം ക്ഷേത്രം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ അങ്ങോട്ട് പോകുന്നതിന്. അല്ലെങ്കിൽ ഒരു ഇവിടത്തിൽ ഇതും ബ്ലോക്ക് ചെയ്തേനെ. ഇവിടെ കുറച്ച് വീടൊക്കെ ഉണ്ട്. അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ വേണ്ട, വെറുതെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത പണിക്ക് പോകണം. നമ്മൾ കാണേണ്ട സ്ഥലം കണ്ടല്ലോ, പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ.